നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. ഖമനേയ്ക്ക് വിട നൽകാൻ ഇറാൻ. ഇന്ന് വൈകിട്ട് ടെഹ്റാനിൽ പൊതുദർശനം. നാളെ വിലാപയാത്രയായി ഖൗമിലേക്ക്. ചടങ്ങുകൾക്കിടയിലും ഇറാനെ പരിഹസിച്ച് ട്രംപ്. സംസ്കാരത്തിന് ഒത്തുചേരുമ്പോൾ എല്ലാവരെയും ഒറ്റ ഷോട്ടിന് തീർക്കാൻ കഴിയുമെന്ന് ട്രംപ്. തമ്മിലടി ഒഴിയാതെ താരസംഘടന. തന്റെ പോരാട്ടം പവർ ഗ്രൂപ്പിനെതിരെയെന്ന് ശ്വേത മേനോൻ. സംഘടനയിൽ ചിലർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തി. നിശബ്ദയാക്കാൻ ശ്രമിച്ചാൽ പിന്നോട്ടില്ലെന്നും ശ്വേത. കൈവശമുള്ള ആനക്കൊമ്പിന്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി മോഹൻലാൽ. വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ച ഉദ്യോഗസ്ഥർ. താരത്തിന്റെ കൈവശമുള്ളത് 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളും. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് മൊഴി മാറ്റി പെൺകുട്ടി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതായി പോലീസ്. കോഴിക്കോട് സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് കൊടുവള്ളി താന്നിരിക്കംപൊയിൽ പ്രസാദ്. ജ്യേഷ്ഠൻ പ്രമോദ് കസ്റ്റഡിയിൽ. വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. ഇന്ന് കണ്ണൂരും കാസർഗോഡും യെല്ലോ അലർട്ട്. മഴ ശക്തമായതോടെ അടിമാലി ലക്ഷം വീട് കോളനിയിൽ വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ സമരം. പകർച്ചവ്യാധി ഭീഷണിയിൽ തലസ്ഥാനം. നഗരത്തിലും ദേശീയപാതയിലും ജലസ്രോതസ്സുകളിലും വൻ മാലിന്യ ശേഖരണം. ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിൽ. ഇടുക്കി പൂപ്പാറയിലെ കയ്യേറ്റത്തിൽ കടുത്ത നടപടികളിലേക്ക് റവന്യൂ വകുപ്പ്. ഭൂമി കയ്യേറി ഏലം കൃഷി ചെയ്തവർക്ക് നോട്ടീസ്. 7 ദിവസത്തിനകം ഒഴിയണമെന്ന് നിർദ്ദേശം. പാരഗ്വേ തകർത്ത് ഫ്രാൻസ് ലോകകപ്പ് ക്വാർട്ടറിൽ. പെനൽറ്റി ഗോളടിച്ച് എംപാപ്പെ. കാനഡയെ കീഴടക്കി മൊറോക്കോയും ക്വാർട്ടറിൽ. വിശദമായി നോക്കാം. ഖമനേയുടെ സംസ്കാര ചടങ്ങിനിടെയും ഇറാനെ പരിഹസിച്ച് ട്രംപ്. സംസ്കാരത്തിന് എല്ലാ പേരും ഒത്തുചേരുമ്പോൾ ഒറ്റ ഷോട്ടിന് തീർക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ പരാമർശം. ഒരാഴ്ചത്തേക്ക് വെടിനിർത്തി ഇറാന് കരയാനുള്ള അവസരം ഒരുക്കുകയാണെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ഖമനേയുടെ സംസ്കാരത്തിന് മുമ്പുള്ള ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുകയാണ്. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ട്രംപിന്റെ പരിഹാസത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അതോടൊപ്പം തന്നെ ഖമനേയുടെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് പല പ്ലക്കാർഡുകളും ഉയരുന്നുണ്ട്. പ്രതികാരം വേണമെന്ന് പറഞ്ഞുകൊണ്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കണ്ണീരിനെ പോലും കളിയാക്കുന്ന രീതിയിലേക്ക് ട്രംപിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. മുതലക്കണ്ണീരാണ്, ഫേക്ക് ടിയേഴ്സ് എന്നാണ് ട്രംപിന്റെ വാചകങ്ങൾ. എപ്പോഴായിരിക്കും ഖമനേയുടെ സംസ്കാരം നടക്കുക? വിശദാംശം. വ്യാഴാഴ്ചയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പൊതുദർശനമടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഫെബ്രുവരി 28-നായിരുന്നു അമേരിക്കയുടെ ആക്രമണത്തിൽ ഖമനേ അടക്കമുള്ള നേതാക്കൾ കൊല്ലപ്പെട്ടത്. ഇതിൽ ഖമനേയുടെ സംസ്കാരം നീട്ടിവെക്കുകയായിരുന്നു. മാസങ്ങൾ കഴിഞ്ഞാണ് ഈ സംസ്കാരം നടത്താൻ തീരുമാനിച്ചത്. 4 മുതൽ, അതായത് കഴിഞ്ഞ ദിവസം മുതൽ 9 വരെയുള്ള ചടങ്ങുകൾ അങ്ങനെയാണ് നേരത്തെ തന്നെ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നിട്ടും ഇറാന് നേരെയും ഒപ്പം തന്നെ ഇറാൻ്റെ തിരിച്ചടിയും, അത് അമേരിക്ക ഇസ്രായേൽ സഖ്യം ആക്രമിക്കുകയും ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ കരാർ വന്നെങ്കിൽ പോലും അതിന്മേൽ ഒരു സമാധാനം നിലനിൽക്കാത്ത സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി ഈ ഏറ്റുമുട്ടലില്ല. അവിടെയാണ് ട്രംപിൻ്റെ പരിഹാസമുണ്ടായത്. ഒറ്റ ഷോട്ട് കൊണ്ട് ഈ സംസ്കാരത്തിന് എത്തുന്ന ആളുകളെ കൊലപ്പെടുത്താൻ കഴിയും എന്ന ട്രംപിൻ്റെ വലിയ പരിഹാസം. റേഡിയോ ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തിയത്. മാത്രമല്ല ഇപ്പോൾ വെടിനിർത്തൽ നടത്തുകയാണ്. വെടിനിർത്തലിലേക്ക് പോകുന്നു. ഒരാഴ്ച ഇറാന് കരയാനുള്ള സമയം നൽകിയിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും യുദ്ധം എന്നൊരു പ്രതീതി തന്നെയാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. അവിടെയാണ് ഇറാനിൽ വലിയ പ്രതിഷേധമുയരുന്നത്. അവരെ സംബന്ധിച്ച് വൈകാരികമായ നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ പരമോന്നത നേതാവ് ഒരുപക്ഷെ അങ്ങനെ കൊല്ലപ്പെടുമെന്ന് പോലും കരുതാത്ത സമയത്ത് ഖമേനി ഉൾപ്പെടെ കൊല്ലപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ 14 മാസം പ്രായമുള്ള കൊച്ചുമകൾ ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഈ പിഞ്ചു കുഞ്ഞിൻ്റെ മൃതദേഹവും ഇപ്പോൾ ഖമനേയുടെ
ഭൗതികദേഹത്തോടൊപ്പം തന്നെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇറാനെ സംബന്ധിച്ച് വളരെ വൈകാരികമായ ഏറ്റവും ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. മാത്രമല്ല ഇറാൻ ഭരണകൂടം തന്നെ കണക്കാക്കുന്നത് ഒരുപക്ഷെ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ജനങ്ങൾ അവിടെ തിക്കിത്തിരക്കിൽ കൊല്ലപ്പെട്ടേക്കാമെന്ന കണക്ക് അത് അവർ തന്നെ വിലയിരുത്തുന്നതാണ്. ജർമ്മൻ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 3000-ലധികം ആളുകളെങ്കിലും കൊല്ലപ്പെട്ടേക്കാം, അത് ഈ തിക്കിലും തിരക്കിലും പെട്ട് കൊല്ലപ്പെട്ടേക്കാം എന്ന വിലയിരുത്തൽ, ആ തരത്തിലുള്ള ഒരു 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 ആശങ്കയും ഭയവും ഒക്കെ തന്നെ ഇറാനുണ്ട്. മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസത്തെയൊക്കെ തിരക്ക് കണ്ടതാണ്. നേരത്തെ അവരുടെ പരമോന്നത നേതാവായിരുന്ന റൂഹുള്ള ഖമേനിയുടെ സംസ്കാര സമയം 80കളുടെ അവസാനം 89 ആ സമയത്ത് നടന്ന സംസ്കാരത്തിൽ ഏതാണ്ട് 1 കോടിയോളം ജനങ്ങളാണ് ആ തെരുവിലേക്ക് ഒഴുകിയെത്തിയത്. ഇറാൻ ജനത അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വിഷമഘട്ടത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അവിടെയാണ് ഇങ്ങനെ ഒരു പരിഹാസം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതേസമയം ഗ്രാൻഡ് മുസല്ലയിൽ ഈ പൊതുദർശനം തുടരുകയാണ്. ഖൂമിലേക്ക് ഖമേനിയുടെ ഭൗതികദേഹം കൊണ്ടുപോകും. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലമൊക്കെ ഖൂമിലായിരുന്നു. അതിനുശേഷമാണ് മാഷ്ഹദിൽ, അദ്ദേഹത്തിൻ്റെ ജന്മദേശമാണ്, അവിടെയാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്ന് അടക്കമുള്ള നയതന്ത്ര പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇറാനിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അവിടേക്ക് പോയിട്ടുള്ളത്. പവിത്ര മാർഗരിത ആണ് നമ്മുടെ വിദേശകാര്യ സഹമന്ത്രി. അങ്ങനെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും അവിടേക്ക് വരികയാണ്. അങ്ങനെ ലോകത്തെ നേതാക്കളെല്ലാം വരുമ്പോൾ നയതന്ത്രപരമായി ഒരു സമാധാനം പാലിക്കേണ്ട സമയമാണ്. ആ സമയത്താണ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പ്രകോപനപരമായ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. ഹരി, വിനോദ്, അതോടൊപ്പം തന്നെ ഈ മുജ്തബ ഖമേനിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടി സംസാരിക്കണമല്ലോ. മുജ്തബ പങ്കെടുക്കാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. മുസ്താബ ഇതൊരു പബ്ലിക് അപ്പിയറൻസ് നടത്താത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും എത്ര പേരുണ്ടാവുന്നുള്ള സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ 1500 മുതൽ 3000 പേരൊക്കെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ തിക്കിലും തിരക്കിലും എന്നുള്ള റിപ്പോർട്ടും കൂടി വരുന്ന പശ്ചാത്തലത്തിൽ അത് ഭീതി ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും ലോകരാജ്യങ്ങളുടെ പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്രമണത്തിന് സാധ്യതയില്ല. പക്ഷേ അപ്പോഴും ഈ പ്രകോപനപരമായ പരാമർശം ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു സുരക്ഷാ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്തഫ ഖമേനി ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ചടങ്ങാണ്, പക്ഷേ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹം റഷ്യയിൽ തുടരുന്നു എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അമേരിക്ക ആകട്ടെ ഇറാനിൽ വെച്ച് തന്നെ ഖമേനിയെ കൊല്ലപ്പെടുത്താനുള്ള പല ശ്രമങ്ങൾ നടത്തി. പിന്നീട് അമേരിക്ക തന്നെ ചില പ്രസ്താവനകൾ പുറത്തുവിട്ടിരുന്നു. പെൻറ്റഗണിൻ്റെയൊക്കെ തന്നെ വാർത്താക്കുറിപ്പ് വന്നിരുന്നു. മുസ്തഫയ്ക്ക് വലിയ തോതിൽ പരിക്കേറ്റുവെന്നും അദ്ദേഹത്തിൻ്റെ മുഖം വികൃതമായെന്നും കാലുകൾ രണ്ടും ഒടിഞ്ഞുവെന്നും എന്ന തരത്തിലുള്ള ചില വാർത്തകൾ അവർ തന്നെ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും ഇറാൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ മുസ്തഫ ജീവനോടെ ഉണ്ട്, അദ്ദേഹത്തിന് മറ്റ് പരിക്കുകളൊന്നുമില്ല എന്ന ഒരു വിശദീകരണം നൽകുന്നത് ഒഴിച്ചാൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയാണ് മുസ്തഫ ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരു വിശദീകരണവും വന്നിട്ടില്ല. ഔദ്യോഗികമായി അവർ വിശദീകരിക്കുന്നുമില്ല. അവരെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇനി മുസ്തഫ എന്നത്, പരമോന്നത നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്രായേലാകട്ടെ ഈ നിമിഷവും എല്ലാം വളരെ സൂക്ഷ്മതയോടെ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതാണ്. അടുത്ത ആഴ്ച നെതന്യാഹു ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വൈറ്റ് ഹൗസിലാണ് ഈ കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംസ്കാര സമയത്ത് പോലും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ അമേരിക്ക പോലും അറിയാതെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കമുണ്ടാകുമോ, മറ്റു കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ പോകുമോ, ഇറാൻ്റെ നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്കകളെല്ലാം നിലനിൽക്കുന്നതിനിടെയാണ് മുസ്തഫ ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഹരി, അല്ല വിനോദ്, അതിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുമ്പോൾ നെതന്യാഹുവിനെ പരാമർശിച്ചുകൊണ്ട് ട്രംപ് ഒരു കാര്യം പറയുന്നുണ്ട്. ഹി നോസ് ഹൂ ദ ബോസസ്, അയാൾക്കറിയാം അധികാരി ആരാണ് എന്നുള്ളൊരു ചോദ്യം കൂടി പറയുമ്പോൾ ഇസ്രായേലിന് മേലെയും കൂടി ഉള്ളൊരു ഒരു താക്കീതും കൂടി ട്രംപ് വെക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയെ വെട്ടിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് കരുതപ്പെടണോ? 14 ധാരണകളാണ് ഈ വെടിനിർത്തലിൻ്റെ ഭാഗമായി കൊണ്ടുവന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെബനനിലേക്ക് ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകരുത് എന്നതാണ്. പക്ഷേ ആ കരാർ വന്നതിന് മണിക്കൂറുകൾക്ക് ശേഷം, അതായത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ മാത്രം ലെബനനിലേക്ക് ആക്രമണം നടത്തുകയും 2 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 15-ലധികം ജീവനുകൾ ലെബനനിൽ നഷ്ടമാകുകയും ചെയ്തു.
ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഉണ്ടായി. ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹിസ്ബുള്ള തിരിച്ചടിക്കുകയും ചെയ്തു. അതായത് ഈ കരാർ പ്രാബല്യത്തിൽ വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്ക കൊണ്ടുവരുന്ന ധാരണകൾക്ക് ഇസ്രായേൽ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന കാര്യമാണ് അവിടെ ചോദ്യചിഹ്നമാകുന്നത്. മാത്രമല്ല, നെതന്യാഹുവിൻ്റെ വാക്കുകൾ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ അദ്ദേഹം പറഞ്ഞതാണ്, ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആണെങ്കിൽ താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് നെതന്യാഹു പറഞ്ഞു വെക്കുമ്പോൾ ട്രംപ് അമേരിക്കയുടെ കാര്യം നോക്കട്ടെ, ഇസ്രായേൽ അവരുടെ സ്വന്തം നിലയ്ക്ക് നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്ന കൃത്യമായ കാര്യങ്ങളാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് ട്രംപിൻ്റെ ഈ മറുപടി വരുന്നത്. ഈ പലപ്പോഴും ഇസ്രായേലിന് താക്കീത് നൽകുന്ന തരത്തിൽ തന്നെയാണ് ട്രംപിൻ്റെ വാക്കുകൾ പ്രതിഫലിക്കുന്നത്. അങ്ങനെ ഈ രണ്ട് നേതാക്കളും തമ്മിൽ അത്ര രസത്തിലല്ല ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിൽ കടന്നുപോയത്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ വലിയ ഉരസലുണ്ടായിരുന്നു. അമേരിക്കയെ സംബന്ധിച്ച് ഈ യുദ്ധത്തിലേക്ക് ചാടിപ്പുറപ്പെടുകയും ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയും ട്രംപ് സ്വന്തം നിലയ്ക്ക് വരുമാന വർധന ഉണ്ടാക്കി എന്നത് മറ്റൊരു കണക്കായി മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അമേരിക്കയിലെ ജനങ്ങൾ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. $7 ബില്യൺ ആയുധം ഇസ്രായേലിന് നൽകിയത് പോലും അതെന്തിനാണ് അമേരിക്കയുടെ ബജറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു രാജ്യത്തെ വല്ലാതെ സഹായിക്കുന്നത് എന്ന ചോദ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇവർ തമ്മിൽ സമീപകാലത്ത് അത്ര രസത്തിലായിരുന്നില്ല. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാകണം ഇപ്പോൾ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. പക്ഷേ ഇസ്രായേൽ ഏത് നീക്കത്തിനും തയ്യാറാകും എന്നൊരു സാഹചര്യമുണ്ട്. അത് ഇറാൻ കരുതലോടെ കാണുന്നുമുണ്ട്. ഹരി, വ്യക്തമാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഇപ്പോൾ ട്രംപിൻ്റെ ഈ ഒരു കാര്യമുണ്ടല്ലോ, ഒറ്റ ഷോട്ടിന് തീർക്കാം എന്നതാണല്ലോ. പക്ഷെ അതിന് മറുപടിയായിട്ട് ഇറാനിയൻ എംബസിയുടെ വക ഒരു വാചകം കൂടി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: പീപ്പിൾ ക്യാൻ ബി കിൽഡ് ബട്ട് ഐഡിയൽസ് കനോട്ട്. യു കിൽഡ് ആയത്തുള്ള കമ്പനി ബട്ട് ഇൻ റിയാലിറ്റി യു ബ്രോക്ക് എ പെർഫ്യൂം ബോട്ടിൽ ഹു സെൻറ്റ് സ്പ്രെഡ് എവറി പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വാചകം കൂടിയുണ്ട്: യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദീസ് തിങ്സ് ബിക്കോസ് യു ഹാവ് നെയ്തർ സിവിലൈസേഷൻ നോർ ഹിസ്റ്ററി നോർ ഓണർ എന്നായിരുന്നു ആ പോസ്റ്റ്. ഇപ്പോൾ ഈ സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാചകങ്ങൾ ഇവിടെ ഇറാൻ എംബസി ഉപയോഗിക്കുമ്പോൾ ട്രംപ് ഇതിന് മുമ്പ് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. അവരുടെ എൻറ്റയർ സിവിലൈസേഷൻ തകർക്കുന്ന രീതിയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ട്രൂത്ത് സോഷ്യൽ ട്രംപ് മുന്നേ ഇട്ടിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ടും കൂടി ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു മറുപടി വരുമ്പോൾ ഇതിന് ട്രംപ് എങ്ങനെ പ്രതികരിക്കുന്നുള്ള സ്വാഭാവികമായ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും ഇറാൻ അവരുടെ സംസ്കാരവും അവരുടെ ജനതയുടെ ഒരു ഐക്യവും ഒക്കെ തന്നെയാണ് എല്ലാ കാലത്തും ഉയർത്തിക്കാട്ടുന്നത്. കാരണം അതൊരു തെളിവുമാണ്. ഈ ഫെബ്രുവരി 28-ന് ഖമനേയും ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നു. അതിനുശേഷം നെതന്യാഹുവിൻ്റെ ആഹ്വാനം വന്നത്, ഇതാ നിങ്ങൾക്കൊരു പുതിയ ലോകം തുറന്നു കിട്ടുകയാണ്, ഇറാനിലെ ജനതയ്ക്ക് സ്വതന്ത്രമായ ജീവിതത്തിലേക്ക് കാര്യങ്ങളെ നയിക്കാനുള്ള അവസരമുണ്ടായിരിക്കുന്നു, നിങ്ങളൊരു പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കൂ എന്നതാണ്. അതായത് ഖമനേയി ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുകയും അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകുകയും ഒരു പാവ സർക്കാർ, നമുക്കറിയാം വെനസ്വേലയിലൊക്കെ എന്താണ് സംഭവിച്ചത്. അവിടെ പ്രസിഡന്റ് മർഡോയെ പിടികൂടി അമേരിക്കയ്ക്ക് താല്പര്യമുള്ള തരത്തിൽ ഒരു പാവ സർക്കാർ വരുന്നു. അങ്ങനെ അവിടുത്തെ ഈ എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അമേരിക്കയുടെ ഒരു അധീശത്വം വരികയാണ്. ആ തരത്തിൽ തന്നെ ഇറാനിലും ഒരു വലിയ ആഭ്യന്തര പ്രശ്നമുണ്ടാക്കി, ആഭ്യന്തര കലാപമുണ്ടാക്കി ആ സർക്കാരിനെ അട്ടിമറിച്ച് പുതിയൊരു സർക്കാർ എന്ന ആശയമായിരുന്നു. പക്ഷേ അവിടെയാണ് പാളിപ്പോയത്. ഈ ഇറാൻ ജനത ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുകയായിരുന്നു. അമേരിക്കയുടെ ആക്രമണത്തെ ചെറുക്കുക എന്നത് തന്നെയായിരുന്നു അവരുടെ നിലപാട്. ഈ സമാധാന കരാർ വരുമ്പോൾ പോലും വലിയൊരു വിഭാഗം ജനങ്ങൾ അതിനെതിരായിരുന്നു. ഒത്തുതീർപ്പ് പാടില്ല, അമേരിക്കയുമായി ഏറ്റുമുട്ടണം എന്ന നിലയ്ക്ക് ഒരേ സ്വരത്തിൽ ഇറാൻ ജനത നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ ഈ സമാധാന കരാറിലേക്ക് പോയപ്പോഴാണ് അരഗാച്ചിക്കെതിരെയും പെസഷ്കിയാനെതിരെയും ജനങ്ങൾ തെരുവിലിറങ്ങുന്ന നിലയുണ്ടായത്. അതായത് ഇറാൻ അവരുടെ സ്വത്വം നിലനിർത്തുന്നതിന് വേണ്ടി ആ ജനത ആ രാജ്യത്തിനൊപ്പം നിന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു വൈകാരിക നിമിഷത്തിലൂടെ കടന്നു പോകുമ്പോൾ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങുകളുമായി മുന്നോട്ട് പോകാൻ അവർക്ക് കരുത്ത് നൽകുന്നതും അവർ അങ്ങനെ ഒരു ആർജവം കാണിക്കുന്നതും. ഹരി, ശരി, വ്യക്തമാണ്. എന്തായാലും ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ വ്യാഴാഴ്ചയായിരിക്കും നടക്കുക എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതിനിടയിലാണ് ട്രംപിൻ്റെ വക പരിഹാസവും ഇറാൻ ജനതയ്ക്ക് നേരെ. വി വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്: കൈവശമുള്ള ആനക്കൊമ്പിൻ്റെ വിവരങ്ങൾ വനം വകുപ്പിന് കൈമാറി മോഹൻലാൽ. വനം വകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സംവിധാനം ഉപയോഗിച്ചാണ് നടപടി. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി വിവരം ശേഖരിച്ചു. നവമിയുണ്ട് വിശദാംശങ്ങളുമായി. നവമി, കുറച്ചധികം വർഷങ്ങളായി ഇതിന് പിന്നാലെ ഉള്ള കാര്യങ്ങൾ, മോഹൻലാലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. ഇപ്പോൾ ഒരു ആശ്വാസത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? വിശദാംശങ്ങൾ എന്താണ്?
ഹരി, ഈ വ്യക്തികൾക്കോ ഒരു വിഭാഗം ആളുകൾക്കോ തന്റെ കൈവശമുള്ള വന്യജീവി ഉൽപ്പന്നങ്ങളുടെ ശേഖരം അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുതിയ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു, അതായത് ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തങ്ങളുടെ കൈവശമുള്ള ഇത്തരത്തിൽ ആനക്കൊമ്പ് ആയിക്കോട്ടെ, പുലിപ്പല്ലായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തണം എന്നൊരു നിർദ്ദേശം നൽകുകയും ചെയ്തു. അതാണ് ഇപ്പോൾ മോഹൻലാൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് തന്റെ കൈവശമുള്ള 2 ജോഡി ആനക്കൊമ്പും ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശത്തിന്റെ സർട്ടിഫിക്കറ്റും അത് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നീ വിവരങ്ങളാണ് ഇപ്പോൾ മലയാറ്റൂർ DFOയ്ക്ക് മോഹൻലാൽ കൈമാറിയിരിക്കുന്നത്. ഇന്നലെ മലയാറ്റൂർ DFO മോഹൻലാലിന്റെ കൊച്ചിയിലെ വീട്ടിലെത്തി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ, ഈ ആനക്കൊമ്പിന്റേതടക്കമുള്ള കണക്കുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ റിപ്പോർട്ട് ചീഫ് വൈൽഡ് വാർഡന് കൈമാറും. അതിനുശേഷമായിരിക്കും ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുക. എന്തായാലും മോഹൻലാലിന്റെ ഈ മറുപടി, ഈ നൽകിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇതിലെല്ലാം തൃപ്തികരമാണെങ്കിൽ ഈ പൊതുമാപ്പിൽ ഉപയോഗിച്ചതിന് ശേഷം ഒരു നിയമ പരിരക്ഷ, അതായത് ഇനി മോഹൻലാലിന് ഇത് കൈവശം വെക്കാൻ കഴിയുമോ, കൈവശം വെച്ചാലും തുടർ നടപടികളിലോ നിയമ നടപടികളിൽ നിന്നൊക്കെ മോഹൻലാലിന് ഒരു പരിരക്ഷ ലഭിച്ചേക്കും. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്കാണ് നിലവിൽ കടക്കുന്നത്. എന്തായാലും മോഹൻലാൽ പറയുന്നത് ഇത് ചരിഞ്ഞ ഒരു ആനയുടെ കൊമ്പ് ഉപയോഗിച്ച് തീർത്ത കരകൗശല വസ്തുക്കളാണ്. അത് തന്റെ സുഹൃത്താണ് തനിക്ക് ഇത് കൈമാറിയത്, അല്ലാതെ താൻ അത് പണം കൊടുത്ത് വാങ്ങിയതല്ല, ഒരു സമ്മാനമായി ലഭിച്ചതാണ്. ഇത് പണം കൊടുത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയില്ല എന്നാണ് വന്യജീവി സംരക്ഷണ വകുപ്പ് പ്രകാരം പറയുന്നത്. അപ്പോൾ തനിക്കത് സമ്മാനമായി കിട്ടിയതാണ്, അല്ലാതെ പണം കൊടുത്ത് വാങ്ങിയതല്ല എന്നൊരു വിശദീകരണമാണ് മോഹൻലാൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വിശദമായി രേഖപ്പെടുത്തിയിട്ടാണ് മലയാറ്റൂർ DFO മടങ്ങിയിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകും. ശരി, തുടർ നടപടികളിലേക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. 2011 ആണ് ഈ ഡിസംബർ 21-ാം തീയതിയാണ് ഈ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്നും 2 ജോഡി ആനക്കൊമ്പ് കണ്ടെത്തുന്നത്. അപ്പോൾ മുതൽ തുടങ്ങിയ കാര്യങ്ങളാണ്. പിന്നീടുള്ള വാർത്താ കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെ നമുക്ക് കണ്ടതാണ്. ഏകദേശം 15 വർഷങ്ങൾ പിന്നിടുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നും ഇത് തിരിച്ചേൽപ്പിക്കുന്ന നടപടിയിലേക്ക് നീങ്ങുന്നത്. വിവരങ്ങൾ കൈമാറുകയും ചെയ്തത് നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ബാക്കി നടപടിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. തന്റെ പോരാട്ടം അമ്മയിലെ പവർ ഗ്രൂപ്പിനെതിരെയെന്ന് ശ്വേതാ മേനോൻ. സാധാരണ സ്ത്രീ എന്ന നിലയിൽ പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാൻ സാധിക്കില്ല. തന്റെ പോരാട്ടത്തിലൂടെ പവർ ഗ്രൂപ്പ് തുറന്നു കാട്ടപ്പെടും. അമ്മയുടെ ഫണ്ടിൽ നിന്ന് ചിലർ നടത്തിയ സാമ്പത്തിക തിരിമറികൾ കണ്ടെത്തി നിശബ്ദയാക്കാൻ ശ്രമിച്ചാൽ പിന്നോട്ടില്ലെന്നും ശ്വേത വ്യക്തമാക്കി. ആരോപണ പ്രത്യാരോപണങ്ങളിൽ വലയുകയാണ് താരസംഘടനയായ അമ്മ. തർക്കങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും സാമ്പത്തിക ക്രമക്കേടിലേക്കും കടന്നതോടെയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. അദാനി ഗ്രൂപ്പിന്റെ പേര് കൂടി വന്നതോടെ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. നവമി തന്നെയുണ്ട്. നവമി, മിനിഞ്ഞാന്ന് ശ്വേതയും രമേശ് പിഷാരുടെയും തമ്മിലുള്ള ഓഡിയോ പുറത്തു വരുന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം അൻസിബയുടെ പ്രസ് മീറ്റ്, അൻസിബയും ബാലപാർവതി ഉൾപ്പെടെയുള്ളവരുടെ നടത്തിയ പ്രസ് മീറ്റ്, ശ്വേതാ മേനോന്റെ ഇപ്പോഴുള്ള പോസ്റ്റ്, ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ അധ്യായങ്ങൾ പുറത്തു വരികയാണ് അമ്മ സംഘടനയിൽ. ഹരി പറഞ്ഞത് തന്നെയാണ് ശരി. ഓരോ ദിവസവും ഓരോരോ ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഏറ്റവും ഒടുവിലായി ശ്വേതാ മേനോന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ ശ്വേതാ മേനോൻ പറയുന്നത് സംഘടനയിലെ പവർ ഗ്രൂപ്പിനെ കുറിച്ചാണ്. താൻ ഈ പവർ ഗ്രൂപ്പിനെ പുറത്തു കൊണ്ടുവരും, അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. ഈ തനിക്ക് മുൻപുള്ള, അതായത് ബാബുരാജിന്റെ ഭരണസമിതിയിലുള്ളപ്പോൾ തന്നെ ഈ സംഘടനയിലെ പണവുമായി ബന്ധപ്പെട്ട് വലിയ തിരിമറി നടന്നിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം തനിക്കറിയാം. അത് അറിയാമെന്നും അത് പുറത്തു വിടുമെന്നും പറഞ്ഞതിനെ തുടർന്നാണ് തനിക്കെതിരെ ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത് എന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. എന്തായാലും ശ്വേതാ മേനോൻ പിന്നോട്ടില്ല, പോരാട്ടവുമായി തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ പിന്തുണ മമ്മൂട്ടി മോഹൻലാലിൽ നിന്നും ലഭിച്ചു എന്നുകൂടിയാണ് ശ്വേതാ മേനോൻ പറയുന്നത്. പക്ഷേ അൻസിബ അതിനെ പൂർണ്ണമായും തള്ളുന്നുണ്ട്. മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ അവർ നേരിട്ട് വന്ന് പറയട്ടെ. ശ്വേതാ മേനോൻ പറയുന്നതിൽ തനിക്ക് വിശ്വാസമില്ല എന്ന് പറയുകയാണ്. എന്തായാലും ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് തന്നെയാണ് ശ്വേതാ മേനോൻ ആവർത്തിക്കുന്നത്. അതിനിടയിൽ ഈ അൻസിബ ഇന്നലെ ടിനി ടോമിനെതിരായിട്ടുള്ള കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ, കടവന്ത്ര പോലീസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ മൊഴി നൽകുന്നതിന് വേണ്ടി കടവന്ത്ര പോലീസ് സ്റ്റേഷനിലെത്തി. പക്ഷെ പോലീസ് ഉദ്യോഗസ്ഥൻ വൈകിയത് കൊണ്ട് മൊഴി രേഖപ്പെടുത്താതെ തിരിച്ചുപോയി. അത് നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന ആരോപണമാണ് ഇപ്പോൾ അൻസിബ ഉന്നയിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ താരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാലാപാർവതി അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഇതിൽ അമ്മ സംഘടനയിൽ സംഭാവന സ്വീകരിച്ചതിൽ BJPക്ക് വലിയ പങ്കുണ്ട്. BJPയിൽ നിന്നും
അദാനിയിൽ നിന്നുമൊക്കെ പണം വാങ്ങിയെന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെന്നും അത് പുറത്തുവിടുമെന്നാണ് ശ്വേതാ മേനോൻ ആവർത്തിക്കുന്നത്. വ്യക്തമാണ്. ശ്വേതാ മേനോൻ മാധ്യമങ്ങളെ കാണുമെന്ന് ഏകദേശം ഒന്നര ആഴ്ച മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പോഴൊന്നും കണ്ടില്ല. ശ്വേത തുടർച്ചയായി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നതും അമ്മയിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ താൻ പുറത്തു കൊണ്ടുവരുമെന്നും ശ്വേതാ മേനോൻ ഫേസ്ബുക്കിലൂടെ പറയുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിൽ വഴിത്തിരിവ്. ലൈംഗിക അതിക്രമത്തിന് പെൺകുട്ടി ഇരയായിട്ടില്ലെന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. സഹപാഠികൾ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി മൊഴിമാറ്റി. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നതായി പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ശശിനാരായണനുണ്ട് വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത പുറത്തു വന്നത് വളരെ ഞെട്ടലോടെയാണ്. എനിക്ക് തോന്നുന്നു കൗൺസിലിങ്ങിനിടെയാണ് പെൺകുട്ടി ഈ കാര്യം പുറത്തു പറഞ്ഞതെന്നാണ് മനസ്സിലാവുന്നത്. രണ്ടിടത്തായി പീഡിപ്പിച്ചു എന്നൊക്കെ പെൺകുട്ടി പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഈ മൊഴി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പോലീസിന് കാര്യങ്ങൾ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. ഈ മൊഴി മാറ്റുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ച് എന്താണ് പോലീസ് പറയുന്നത്? ഇതിൽ ഇനി വല്ല വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വെറുതെ ഉന്നയിച്ച ആരോപണമായിട്ടും കൂടി പോലീസ് കണക്കാക്കുന്നുണ്ടോ? ഹരി സൂചിപ്പിച്ച പോലെ വളരെ പ്രധാനമാണ്. കാരണം ഇന്നലെ ഈ കേസ് പുറത്തു വന്നതോടുകൂടി വലിയ ഞെട്ടലോട് കൂടിയാണ് ഈ വാർത്ത കേട്ടത്. എന്തായാലും പോലീസും അത്തരത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് എസ് പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും ഉടൻ തന്നെ 6 പേര് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 6 വിദ്യാർത്ഥികൾ, അതായത് പ്രായപൂർത്തിയാകാത്തവരെ തന്നെ പോലീസ് കസ്റ്റഡി എടുക്കുകയും ചെയ്തു. അവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ അവസാന ദിവസത്തിൽ വൈകിട്ടോടു കൂടിയാണ് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ വൈരുദ്ധ്യം, അതായത് ഇവർ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള കുട്ടിയുടെ മൊഴി മാറ്റത്തോടു കൂടിയാണ് ഈ 6 പേരെയും പിന്നീട് പോലീസ് വിട്ടയച്ചത്. എന്തുകൊണ്ട് കുട്ടി ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞു എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കും. ഒപ്പം പെൺകുട്ടി പറഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൈദ്യപരിശോധന നടത്തിയിരുന്നു. വൈദ്യപരിശോധന കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് കണ്ടെത്തിയിരുന്നു. അതിനെ തുടർന്ന് പിന്നീട് ആണ് ഈ പെൺകുട്ടി മൊഴി മാറ്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 6 പേരെയും കസ്റ്റഡിയെടുത്ത 6 പേരെയും വിട്ടയക്കുകയും ചെയ്തു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞത്, എന്താണ് കാരണം എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിന് പോലീസ് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ വല്ലതും ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാരുടെ പ്രേരണ കൊണ്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതായിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ വിവാദമായ ഒരു കേസാണ്. വലിയ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. കാരണം 13-കാരി പീഡിപ്പിക്കപ്പെട്ടെന്ന വാർത്ത വന്നതോടുകൂടി 10ഓളം പ്രതികൾ ഉണ്ടെന്നുള്ള കാര്യം പുറത്തു വന്നതോടെ വലിയ വിവാദം വലിയ രീതിയിലാണ് ആളുകൾ ഈ വാർത്ത കാണുകയും ചെയ്തത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പെൺകുട്ടി മൊഴി മാറ്റി പറയുകയും അവരാരും തന്നെ പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള മൊഴി മാറ്റി പറയുകയും ഒപ്പം വൈദ്യപരിശോധനയും പീഡനം വിവരം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഈ പെൺകുട്ടി ഇപ്പൊ മൊഴി മാറ്റിയതോടുകൂടി തന്നെ ഈ കക്ഷി പോലീസ് വിട്ടയക്കുന്നത്. പക്ഷേ അതേസമയം അന്വേഷണം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സ്വാഭാവികമായിട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. പെൺകുട്ടി എന്തുകൊണ്ട് മൊഴി മാറ്റി എന്നുള്ളതായിരിക്കും ആദ്യത്തെ കാര്യം. 2 വൈദ്യപരിശോധനയിൽ ഉൾപ്പെടെ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് പെൺകുട്ടി ഇക്കാര്യങ്ങൾ കൗൺസിലിങ്ങിനിടയിൽ പറഞ്ഞു? ഇത് ആരുടെയെങ്കിലും പ്രേരണ കാരണമാണോ, അതോ വലിയ വ്യക്തിപര വിരോധം തീർക്കുക എന്നുള്ള ലക്ഷ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ട്. അതിലേക്ക് പോകുന്നുണ്ടോ ശശിനാരായണൻ? അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് എന്തെങ്കിലും വ്യക്തിവിരോധം കാരണമായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് എന്തെങ്കിലും പോലീസ് നീങ്ങുന്നുണ്ടോ, അതോ ഇനി മറ്റാരെങ്കിലും പ്രേരണയാൽ പറഞ്ഞതായിരിക്കാം എന്നുള്ളതാണോ പോകുന്നത്? അതിലെന്തെങ്കിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി പുറത്ത് നമുക്ക് പറയുന്നുണ്ട്. ഒരു കാര്യം, ഈ പെൺകുട്ടിക്ക് ഈ പീഡനത്തിൽ കസ്റ്റഡിയെടുത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയെടുത്ത ഒരാളും ഈ പെൺകുട്ടിക്ക് പ്രണയമുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് ആ കുട്ടിക്ക് ഈ പെൺകുട്ടിയോട് പ്രണയം ഉണ്ടായിരുന്നു. ഈ കുട്ടി അയാളെ പ്രേമിക്കുന്നവരെ അയാൾക്ക് അറിയത്തുമില്ല, ആ സഹപാഠിക്ക് അറിയത്തുമില്ല. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. ആ ആൺകുട്ടിയുടെയും സഹപാഠികളെയുമാണ് ഈ കേസിൽ കണക്ട് ചെയ്ത് കേസിൽ പ്രതിയാക്കി പെൺകുട്ടി പറഞ്ഞിട്ടുള്ളത്. പീഡനം വിവരം സ്കൂളിലും ഈ പെൺകുട്ടിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ നടന്നു വന്ന് പെൺകുട്ടി നടന്നത് 2 FIR ആണ് ഇന്നലെ ഇട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഈ സാഹചര്യം, അതായത് ഈ കുട്ടിയും ഈ പ്രതിയുടെ ഭാഗത്തേക്ക് പ്രതിയാക്കി ചേർക്കപ്പെട്ട സഹപാഠിയായ ആൺകുട്ടിയുടെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയത്തിന്റെ പേരിൽ ആ കുട്ടിയോട് ഉള്ള വിരോധമാണ് ഇതിന് കാരണമെന്നാണ് നമുക്കിപ്പോൾ ഒരു സൂചന ലഭിക്കുന്നത്. അത് കൃത്യമായി പറയുന്നില്ല, പക്ഷേ ഇത്തരം വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അത് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ലഭിക്കത്തുള്ളൂ. പക്ഷേ വിശദമായി പെൺകുട്ടിയെ ചോദ്യം ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യം കൊണ്ടാണ് പെൺകുട്ടി ഇത്തരത്തിൽ ഒരു കള്ളം പറഞ്ഞ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും അത് വിശദമായി പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. പോലീസുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ കുട്ടി ഇപ്പോൾ CWCയുടെ സംരക്ഷണയിലാണ് എന്നും മനസ്സിലാക്കുന്നു. ശശിനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി താന്നിരിക്കംപൊയിൽ പ്രസാദാണ് കൊല്ലപ്പെട്ടത്. ജ്യേഷ്ഠ സഹോദരൻ പ്രമോദ് പോലീസിന്റെ പിടിയിലായി.
സനീഷ് കുമാറിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, ഈ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഇതുപോലുള്ള വഴക്കുകൾ, ബഹളങ്ങൾ, കൊലപാതകങ്ങളൊക്കെ കേരളവും മുന്നേ കണ്ടിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചത് എപ്പോഴാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്? ഹരി, ശനിയാഴ്ച രാത്രി 10 കൂടിയാണ് സംഭവം. ഇരുവരും ഒരേ വീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. കൊടുവള്ളി താന്നിരിക്കാം സ്ഥലത്ത് മരിച്ച പ്രസാദിന് 50 വയസ്സും ഇയാളുടെ സഹോദരൻ പ്രമോദിന് 54 വയസ്സുമാണ്. ഇയാളെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കൂലിപ്പണിക്കാരനായ പ്രസാദും മരപ്പണിക്കാരനായ പ്രമോദും തമ്മിൽ ദീർഘകാലമായി സ്വത്ത് സംബന്ധിച്ച തർക്കം നിലനിന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കോടതിയെ സമീപിക്കുകയും ഉത്തരവ് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ കോടതി ഉത്തരവിന് ശേഷവും ഈ തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശനിയാഴ്ചയും പതിവ് പോലെ ഇവർ ഒന്നിച്ച് മദ്യപാനം നടത്തുകയും ഈ സ്വത്തിനെ ചൊല്ലി സംസാരം ഉണ്ടാവുകയും പിന്നീട് അത് വാക്കേറ്റത്തിൽ കലാശിക്കുകയും ഒടുവിൽ കൊലപാതകത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു. ഈ പ്രതി തന്നെയാണ് പിന്നീട് ഇക്കാര്യം മറ്റ് ബന്ധുക്കളെ വിളിച്ച് അറിയിക്കുകയും ചെയ്ത്. 4 മക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. അതിൽ 3 ആൺമക്കളും അവിവാഹിതരാണ്. ഇവരുടെ അമ്മ 15 വർഷം മുമ്പും അച്ഛൻ 5 വർഷം മുമ്പ് മരിച്ചിരുന്നു. ഏക സഹോദരി കരുവൻപൊയിലാണ് താമസിക്കുന്നത്. മറ്റൊരു സഹോദരൻ നരിക്കുടിയിലുമാണ് താമസിക്കുന്നവരും. ഇരുവരുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. അവിവാഹിതരായിരുന്നു. ഇരുവരും ഇടയ്ക്കിടെ പരസ്പരം ഒത്തുചേർന്ന് മദ്യപിക്കുകയും ചെയ്യായിരുന്നു. ഇത്തരത്തിൽ മദ്യപിച്ചുണ്ടായ തർക്കമാണ് പിന്നീട് ഈ ദാരുണമായ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടത്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. നാളെയും മറ്റന്നാളും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ മറ്റന്നാൾ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. അടിമാലി ലക്ഷം വീട് കോളനിയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഷെഡ് കെട്ടി രാപ്പകൽ സമരം നടത്തി വന്നിരുന്ന കുടുംബങ്ങൾ സമരം അടിമാലി പഞ്ചായത്ത് ഓഫീസ് പടിക്കലേക്ക് മാറ്റി. മഴ കനത്തതോടെ വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യതയെ തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് സമരക്കാർ ഇവിടെ നിന്നും സമരപന്തൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ തങ്ങളുടെ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പഞ്ചായത്ത് പടിക്കൽ സമരം തുടരുമെന്നും ഇവർ വ്യക്തമാക്കി. ഇടുക്കി പൂപ്പാറ മുള്ളന്തണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമി കയ്യേറിയ സംഭവത്തിൽ റവന്യൂ വകുപ്പ് ശക്തമായ നടപടികളിലേക്ക്. സ്ഥലത്ത് പരിശോധന നടത്തിയ അധികൃതർ 2 പേർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം ഭൂമി ഒഴിയണമെന്നാണ് നിർദ്ദേശം. പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. രാജകുമാരി വില്ലേജിലെ പൂപ്പാറ പരിധിയിൽ ഉൾപ്പെടുന്ന മുള്ളൻതണ്ടിൽ സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ അനധികൃതമായി ഷെഡുകൾ നിർമ്മിക്കുകയും ഏലം കൃഷി നടത്തുകയും ചെയ്തവർക്കെതിരെയാണ് റവന്യൂ വകുപ്പിന്റെ നടപടി. സ്ഥലം നേരിട്ട് സന്ദർശിച്ച വില്ലേജ് അധികൃതർ 2 കയ്യേറ്റക്കാർക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം സർക്കാർ ഭൂമിയിൽ നിന്ന് സ്വമേധയാ ഒഴിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം പാലിക്കാത്ത പക്ഷം നിയമാനുസൃതമായി ഒഴിപ്പിക്കൽ നടപടികൾ സ്വീകരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ് ഇവിടെ വ്യാപകമായ കയ്യേറ്റം നടന്നതെന്നാണ് കണ്ടെത്തൽ. ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതിന് മുൻപ് ഭൂമി കൈവശപ്പെടുത്തി അവകാശവാദം ഉന്നയിക്കുകയെന്നായിരുന്നു ലക്ഷ്യം. കോതമംഗലം പൈങ്ങൂട്ടൂർ സ്വദേശികളും തമിഴ്നാട് സ്വദേശികളുമാണ് റവന്യൂ രേഖകളിൽ പാറപ്പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയ ഭൂമി കയ്യേറിയത്. കയ്യേറ്റം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നേരത്തെ റവന്യൂ വകുപ്പ് പരിശോധന നടത്തി സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നെങ്കിലും അത് അവഗണിച്ചാണ് വീണ്ടും ഷെഡ് നിർമ്മാണം നടത്തിയത്. കുന്നിൻ ചെരുവിൽ നിയമവിരുദ്ധമായി നിർമ്മിച്ചിരുന്ന വലിയ പടുതാക്കുളങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം റവന്യൂ വകുപ്പ് നേരത്തെ മണ്ണിട്ട് നികത്തിയിരുന്നു. എന്നാൽ അതിനുശേഷവും കയ്യേറ്റക്കാർ വീണ്ടും സ്ഥലത്ത് ഏലച്ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ഷെഡുകളുടെ നിർമ്മാണം തുടരുകയും ചെയ്യുകയായിരുന്നു. വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയ്ക്കിടെയും സ്ഥലത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നതായും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുള്ളൻതണ്ടിലെ സർക്കാർ ഭൂമി കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടരുമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കി. നോട്ടീസിന്റെ കാലാവധി അവസാനിച്ച ശേഷം തുടർ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 ഇടുക്കി. ഒരു വശത്ത് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ, മറുവശത്ത് കുമിഞ്ഞുകൂടുന്ന മാലിന്യ കൂമ്പാരം. പറഞ്ഞു വരുന്നത് തലസ്ഥാന നഗരവാസികളുടെ ദുർവിധിയെക്കുറിച്ചാണ്. ജലസ്രോതസ്സുകൾ മാത്രമല്ല, ദേശീയപാതയോരങ്ങളും മാലിന്യം തള്ളുന്ന ഇടമായി മാറിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തലസ്ഥാനത്തെ ഏറ്റവും തിരക്കേറിയ ചാക്ക ബൈപ്പാസിലാണ്. ഓരോ മിനിറ്റിലും 100 കണക്കിന് വാഹനങ്ങളാണ് ഈ ബൈപ്പാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബൈപ്പാസിന്റെ 2 വശങ്ങളിലായി പക്ഷേ നമ്മെ കാത്തിരിക്കുന്നത് മാലിന്യ വാഹിനികളായ ഇത്തരം കാഴ്ചകളാണ്. ദുസ്സഹമായ മാലിന്യ കൂമ്പാരം അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. സാനിറ്ററി പാഡുകളും ഡയപ്പറുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷ്യ മാലിന്യങ്ങളും അടക്കം ചാക്കുകളിലും അല്ലാതെയുമൊക്കെയായി യഥേഷ്ടം വാഹനങ്ങളിൽ വരുന്നവർ സൗകര്യപൂർവ്വം വലിച്ചെറിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ കൂമ്പാരമായി മാറിയിരിക്കുന്ന കാഴ്ചയാണ് ഈ ബൈപ്പാസിനോട് തൊട്ടു ചേർന്നുള്ള റോഡിന്റെ വശങ്ങളിലെല്ലാം കാണാൻ കഴിയുന്നത്.
ചാക്കയിൽ നിന്ന് തലസ്ഥാന നഗരത്തിന്റെ ഹൃദയഭാഗത്തേക്ക് എത്തുമ്പോൾ തമ്പാനൂരിലെ ആമയിഴഞ്ചൻ തോടിന് സമീപത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും കാഴ്ച വ്യത്യസ്തമല്ല. നഗരസഭ തുടർച്ചയായി മാലിന്യ നീക്കത്തിന് വേണ്ട നടപടികൾ ഒരു വശത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ മറുവശത്ത് ഇതാണ് കാഴ്ച. ആമയിഴഞ്ചൻ തോട് മാലിന്യവാഹിനിയായി മാറിയിരിക്കുന്ന ദൗർഭാഗ്യകരമായ സാഹചര്യമെന്ന് തന്നെ പറയേണ്ടി വരും. തോടിന്റെ ഇരുവശങ്ങളിലും കാട് നിറഞ്ഞ നിലയിലാണ്. അതുകൊണ്ട് തന്നെ ആ മഴവെള്ളത്തിലൂടെ മാലിന്യം നീങ്ങാനുള്ള സാഹചര്യം കൂടി ഇവിടെ തടസ്സപ്പെടുകയാണ്. വലിയ ഇരുമ്പ് കമ്പികൾക്കിടയിൽ, പൈപ്പുകൾക്കിടയിൽ ആ മാലിന്യം തടഞ്ഞു നിൽക്കുന്ന കാഴ്ചയുമുണ്ട് ഇവിടെ. ഇത് ഇവിടെ നിന്ന് ഈ തോട്ടിൽ നിന്ന് ഇവിടെ നിന്ന് എടുത്തത് മുകളിലേക്ക് ഉയർത്തി ട്രെയിനുകൾ ഉപയോഗിച്ച് മാറ്റിയാലും പിന്നീട് അത് എവിടെ ഡംപ് ചെയ്യും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ജൈവ മാലിന്യങ്ങൾ അടക്കം ഇത്തരത്തിൽ ആമയിഴഞ്ചൻ തോട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എറിയപ്പെടുന്ന മാലിന്യങ്ങൾ കോർപ്പറേഷൻ ആകെ ചെയ്യുന്നത് അത് പന്നി ഫാമുകളിലേക്ക് എത്തിക്കുന്ന നടപടിയാണ്. അതും കരാറുകാരെ ഉപയോഗിച്ചുകൊണ്ട് പന്നി ഫാമുകളിലേക്ക് എത്തിക്കുന്ന നടപടി മാത്രമാണ് നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന വിമർശനമാണ് മറ്റ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഷ്ട്രീയമൊക്കെ അവിടെ തർക്കമോ അവകാശവാദമോ ഒക്കെയായി അവശേഷിക്കുന്നെങ്കിലും സാധാരണക്കാരായ ആളുകളുടെ ആരോഗ്യവുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ശുചിത്വം. ആ ശുചിത്വത്തിന് വിലങ്ങുതടിയായി മാറുകയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകളിൽ കുമിഞ്ഞുകൂടുന്ന ഇത്തരം മാലിന്യങ്ങൾ. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെയും നഗരസഭയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഒരു വശത്ത് തകൃതിയായി പുരോഗമിക്കുകയാണ്. പക്ഷേ ഈഞ്ചക്കൽ ബൈപ്പാസിന് സമീപത്തുള്ള ഈ സർവീസ് റോഡിനോട് ചേർന്ന ഇടവഴിയിലെ വെള്ളക്കെട്ടിലെ കാഴ്ചകൾ കണ്ടാൽ ആരും തലയിൽ കൈവച്ചു പോകും. കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളിലും അതോടൊപ്പം അല്ലാതെയുമൊക്കെ ചാക്കിലും മറ്റുമായി കെട്ടുനിറച്ച് നേരെ കൊണ്ട് ഒരു ദാക്ഷിണ്യവുമില്ലാതെ തള്ളിയിട്ട് പോകുന്ന യാത്രക്കാർ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് എന്ന് നാട്ടുകാരും പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂട്ട പെറ്റ് പെരുകുന്ന ചെറിയ ചെറിയ ഇടത്താവളങ്ങളുമുണ്ട് ഈ വെള്ളക്കെട്ടിന് സമീപം. അതായത് ഈ ജലജന്യ രോഗങ്ങൾ തടയുന്നതിന് വേണ്ടി ഒരു വശത്ത് തകൃതിയായ നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസിനോട് ചേർന്നുള്ള സർവീസ് റോഡിന് സമീപം ഇങ്ങനെ ദാക്ഷിണ്യമില്ലാതെ മാലിന്യം വലിച്ചെറിഞ്ഞു പോകുന്നത് സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നത്. തലസ്ഥാന നഗരത്തിൽ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഈ ഒരു സർവീസ് റോഡിനോട് ചേർന്ന് മാത്രമല്ല ഇത്തരം കാഴ്ചകൾ നഗരത്തിന്റെ പല മേഖലകളിൽ സമാനമായ തരത്തിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞു പോകുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. നേരത്തെ CCTV ക്യാമറകളൊക്കെ സ്ഥാപിച്ച് മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള കൃത്യമായ നിരീക്ഷണങ്ങളൊക്കെ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അതും ഏറെക്കുറെ ഒരു മേഖലയിലെങ്കിലും നിലച്ച മട്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മാലിന്യങ്ങൾ നഗരത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കുമിഞ്ഞു കൂടുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്കുണ്ടാകുന്ന സാമൂഹ്യമായ പ്രശ്നങ്ങൾക്ക് അപ്പുറം അത് വലിയ തരത്തിൽ ദുർഗന്ധം വമിക്കുക എന്നൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതിനപ്പുറം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു ഗുരുതരമായ സാഹചര്യത്തിലേക്ക് കൂടി വഴിമാറിയിരിക്കുന്നു. നഗരത്തിലെ ജലസ്രോതസ്സുകളിലെ മാലിന്യ നീക്കം ആരുടെ ഉത്തരവാദിത്തമാണ് എന്ന് ചോദിച്ച് ഇറിഗേഷൻ വകുപ്പും നഗരസഭ അധികൃതരും തമ്മിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് ഒരു വശത്ത്. മറുവശത്ത് ഷിഗല്ലയും ഡെങ്കിപ്പനിയും എലിപ്പനിയും ഉൾപ്പെടെ ആശങ്കയുണർത്തുന്ന തരത്തിൽ സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ പടരുന്ന പോലെ തലസ്ഥാന നഗരിയിലും പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ മാലിന്യങ്ങൾ സാധാരണക്കാരായ മനുഷ്യർക്ക് മുമ്പിൽ വലിയ ആശങ്ക പരത്തിക്കൊണ്ട് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് നഗരത്തിലെ ഒരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഈ റിപ്പോർട്ട് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ കട്ടിൽ മോഷ്ടിക്കാൻ ശ്രമം. 8 കട്ടിലുകൾ മോഷ്ടിച്ച് കടത്താനാണ് പൂർവ്വ വിദ്യാർത്ഥി ശ്രമിച്ചത്. വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പുലർച്ചെ പോർട്ടർ വഴി വാഹനം ബുക്ക് ചെയ്താണ് മോഷണത്തിന് എത്തിയത്.
വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് കെട്ടിടവും തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമും അപകട ഭീഷണിയിൽ. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി നടത്തിയ മണ്ണെടുപ്പും തുടർന്നുണ്ടായ നിർമ്മാണ സ്തംഭനവുമാണ് ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രഭൂമിക്ക് ഇപ്പോൾ ഭീഷണിയായിരിക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഏത് നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ആശങ്കയിലാണ് ഭക്തരും പ്രദേശവാസികളും. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്ര പരിസരത്തു നിന്നുള്ള ആശങ്കപ്പെടുത്തുന്ന കാഴ്ചകളാണിത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വർക്കല ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസും വിവിധ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള തിരുവാഭരണങ്ങൾ സൂക്ഷിക്കുന്ന സ്റ്റോറേജ് റൂമും ഉൾപ്പെടുന്ന കെട്ടിടമാണ് ഇപ്പോൾ തകർച്ചാ ഭീഷണി നേരിടുന്നത്. സ്വദേശി ദർശൻ ദക്ഷിണ കാശി പദ്ധതിയുടെ ഭാഗമായി അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഓഫീസിന് സമീപമുള്ള കുന്നിടിച്ചു മാറ്റിയതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. എന്നാൽ നഗരസഭ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ ഏർപ്പെടുത്തിയതോടെ പ്രവൃത്തികൾ പാതിവഴിയിൽ നിലച്ചു. നിർമ്മാണത്തിനായി വലിയ തോതിൽ മണ്ണെടുത്ത കുഴികളിൽ ഇപ്പോൾ മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. ഇത് കുന്നിന്റെ ബലക്ഷയം കൂട്ടി. പ്രദേശത്തെ സംരക്ഷണ മതിൽ ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. കനത്ത മഴ തുടർന്നാൽ മണ്ണിടിഞ്ഞ് കെട്ടിടം തകരാൻ സാധ്യതയേറെയാണ്. ആ പഴയ ഒരു ബിൽഡിംഗ് ആണ്. പക്ഷെ ആ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാൽ താഴെ നമ്മളെ സ്വദേശി ദർശനത്തിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസത്തിന്റെ ഡെവലപ്മെന്റ് ബന്ധപ്പെട്ടുള്ള ആ വർക്കില് താഴെ കുറെ മല ഇടിച്ചു കൊണ്ടുള്ള കുറെ കുഴികളുണ്ട്. കുഴിച്ച പില്ലറിനാളുള്ള കുഴിയാണ്. ഈ കുഴി കാരണം ഇപ്പൊ ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ആ ഓഫീസൊക്കെ ഇപ്പൊ ഒരു അപകടാവസ്ഥയിലാണ്. കാരണം വെച്ചാല് പുരാതനമായ ക്ഷേത്രത്തിന്റെ ആ ബിൽഡിംഗ് വെച്ചാല് ആ മുകളിലായിരിക്കുന്നത്. ആ മുകളിലിരിക്കുന്നുണ്ട്. മഴയാകുമ്പോഴത്തേക്ക് ഈ കുഴി കാരണം വെള്ളങ്ങളെല്ലാം ഒലിച്ചിരുമ്പോഴത്തേക്ക് ഇടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. ക്ഷേത്രങ്ങളിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന തിരുവാഭരണങ്ങളുടെ സുരക്ഷയും ഇതോടെ ചോദ്യചിഹ്നമായി മാറി. അപകട സാധ്യത ചൂണ്ടിക്കാട്ടി വർക്കല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം മരാമത്ത് വിഭാഗത്തിന് പരാതി നൽകിയിട്ടുണ്ട്. മഴ ശക്തമാകുന്നതിന് മുമ്പ് കുന്നിന്റെ സ്ഥിരത പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നും അടിയന്തര സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്നുമാണ് ഭക്തരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. ന്യൂസ് 18 വർക്കല. അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാൻ നിർദ്ദേശം. നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിൽ കേസെടുക്കാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും കേസ് തൃക്കാക്കര ACP അന്വേഷിച്ച് കഴമ്പില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. നവമിയുടെ വിശദാംശങ്ങളുമായി. നവമി, അങ്ങനെ കേസെടുക്കാൻ കോടതി പറയുന്ന സാഹചര്യം ഉണ്ടാകും, ഉടനെ വിളിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് ലക്ഷ്മിപ്രിയയും ഭർത്താവ് ജയേഷിനെയും ഉൾപ്പെടെ? ായിരുന്നു ലക്ഷ്മിപ്രിയ അൻസിബയ്ക്കെതിരെ ഒരു പരാതി നൽകുകയും ആ പരാതി കേൾക്കുന്നതിനു വേണ്ടി അൻസിബയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് വലിയ മാനസിക സമ്മർദ്ദമാണ് SI രേഷ്മയും ലക്ഷ്മിപ്രിയയും തനിക്ക് നൽകിയതെന്നായിരുന്നു അൻസിബയുടെ പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തൃപ്പൂണിത്തുറ പോലീസിന് ACPക്ക് അന്വേഷണ ചുമതല നൽകുകയും ഇതിന്റെ ഒരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയും ചെയ്തു. പക്ഷേ ACPയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ അന്വേഷണത്തിൽ കഴമ്പില്ല, അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തന്നെ പോലീസ് സ്റ്റേഷനിൽ നടന്നില്ല എന്നായിരുന്നു റിപ്പോർട്ടിലുണ്ടായിരുന്നത്. അത് കോടതിയെ സമർപ്പിച്ചിരുന്നു. പക്ഷേ കോടതി ഇപ്പോൾ അതിൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, തൃപ്പൂണിത്തുറ SI രേഷ്മ എന്നിവർക്കെതിരെയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അൻസിബ ഹസനെ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ നിയമവിരുദ്ധമായി തടഞ്ഞു വെച്ചു. സ്റ്റേഷനിലെ രേഖയിൽ മാപ്പെഴുതി ഒപ്പിടിയിച്ചു. പ്രതികൾക്ക് വേണ്ടി അൻസിബ അറിയാതെ തിരുത്തൽ വരുത്തി എന്നതൊക്കെയായിരുന്നു അൻസിബയുടെ പരാതിയിൽ പറയുന്നത്. മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിൽ പോലും അതിൽ പിന്നീട് കഴമ്പില്ല എന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. തുടർന്ന് കോടതിയെ സമീപിക്കുകയായിരുന്നു. എന്തായാലും ഇനി തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ പോലീസ് കേസെടുക്കും. അതിനുശേഷം അൻസിബയുടെ മൊഴി രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ എന്നിവരെയൊക്കെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയാനായി സാധിക്കുന്നത്. നിലവിൽ എന്തായാലും ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അൻസിബയുടെ പരാതിയിൽ നടപടി എടുക്കുന്നു എന്നുള്ളതാണ്. കഴമ്പില്ല എന്ന് പോലീസ് പറഞ്ഞ് തള്ളിക്കളഞ്ഞ കേസാണ്. അൻസിബ പിന്നീട് കോടതിയിലേക്ക് നീങ്ങി. അതിന് പിന്നാലെ ഇപ്പോൾ കേസെടുക്കാനുള്ള സാഹചര്യം തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകുകയാണ്. ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, SI രേഷ്മ എന്നിവർക്കെതിരായ പരാതിയിൽ കേസെടുക്കാനാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അൻസിബ ഹസൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഏകദേശം രാവിലെ 10 മണി മുതൽ 3:15 വരെ അവിടെ പോലീസ് സ്റ്റേഷനുള്ളിൽ ആയിരുന്നു. ഏകദേശം 5.25 മണിക്കൂറോളം തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന കാര്യം അൻസിബ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ എഴുതി ചേർത്ത പരാതിയിൽ ഉൾപ്പെടെ
താൻ അറിയാതെ ആ പരാതിയിൽ പ്രതികൾക്ക് വേണ്ടിയിട്ട് മാറ്റം വരുത്തിയെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അൻസിബ തുറന്നു പറഞ്ഞിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കേസുമായി മുന്നോട്ട് പോകാൻ അൻസിബ തയ്യാറെടുത്തത്. പക്ഷേ പോലീസ് ഇതിൽ കഴമ്പില്ല എന്ന് കാണിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൻസിബ കോടതിയിലേക്ക് നീങ്ങുന്നതും തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതി കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ ലക്ഷ്മിപ്രിയയും ഭർത്താവ് ജയേഷിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. നവമിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മാറിയില്ല മഴക്കാലം വിദ്യാലയങ്ങളിൽ ക്യാമ്പയിന് പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാലയങ്ങളിൽ കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിനായി ജില്ലാ മെഡിക്കൽ ഓഫീസും പാലക്കാട് ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായാണ് മാറിയില്ല മഴക്കാലം ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വി ടി ബൽറാം MLA അധ്യക്ഷനായി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോളം കാണാം. എൽദോ ചേരും. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.